ഞാൻ ഇപ്പോൾ പറയാം എൻ്റെ കട്ടിങ് സ്റ്റൈല് അറിഞ്ഞൂടാ എന്തെങ്കിലും ഞാൻ മേടിച്ചു തന്നിട്ടാണ്. പക്ഷേ ഇതിലില്ല കട്ടിങ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഭയങ്കര ബിസിയായിട്ട്, അതുകൊണ്ട് വീഡിയോയിലൊന്നും ശ്രദ്ധ വയ്ക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ എടുക്കുന്നത് ഉമ്മച്ചിയും വാപ്പച്ചിയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു സൺഡേ വ്ളോഗ് എടുക്കാം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു സൺഡേ വ്ളോഗ് എടുക്കാം. അപ്പം സൺഡേ എന്തൊക്കെയാണ് സ്പെഷ്യൽ? പ്രത്യേകിച്ച് ഒന്നും കാണൂല ഇന്ന്. എന്നാലും ഇന്ന് എന്തിനാണ് സ്പെഷ്യലെന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. സ്പെഷ്യലായിട്ട് നമ്മളിതൊന്നും സെറ്റൊന്നും ചെയ്തൊന്നുമില്ല. വെള്ളിയുറപ്പ് ഉറക്കണിക്കുന്നു, തൂക്കുന്നു, പിന്നെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ തന്നെ ഒരു നോർമൽ സൺഡേ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും കാണണ്ട. ചിക്കൻ കറി. പറ്റിയിട്ടില്ല. ഇന്നലെ കുറച്ച് നീങ്ങി അവിടെ പോയിരുന്നില്ല. ആ പറയട്ടെ, ഇങ്ങോട്ട് വന്നില്ലേ? ഇങ്ങോട്ട് വന്നിക്കേ. പറ. ഏതില്? സഫ സഫ ഇളക്കാൻ വേണ്ടി വന്നു. ഇല്ല ഇല്ല, അത് തീരെ റേപ്പറല്ലേ വാങ്ങിച്ചത്. ഇതെന്താണ്? പുട്ടും ചിക്കൻ കറി. ഈ മാവില്ലേ, അത് സഫ ഓൺ ഡ്യൂട്ടി. അല്ല സഫ
നന്നായിട്ട് അടിച്ച് ലൂസാക്കി. എനിക്ക് വേണ്ട തക്കാളി അടിച്ചപ്പോ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് പണി കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞാൻ ഉത്തരവാദിയല്ല. അതിൽ വെള്ളം ഒഴിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. തക്കാളിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. മാഗി ക്യൂബ് ഉണ്ട് ഇതിനകത്ത്. മുകൾ ഒരു പീസിനകത്ത് ഇട്ടു. ഒരെണ്ണം പൊളിച്ചിട്ടു. ഇതിലൊട്ടും തീയില്ല, ഇതിലോട്ടാക്കട്ടെ. ചിക്കൻ സ്റ്റോക്ക് തിന്നുമ്പോ തരാം. ഫ്രണ്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓണിയന പക്ഷെ ഫ്രണ്ട് ക്യാമറ ആകുന്നതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഇല്ല. ബാക്ക് ക്യാമറയ്ക്കാണ് ക്ലാരിറ്റി ഉള്ളത്. ചിക്കൻ രണ്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ആരിക്കറിയാവോ? കുഞ്ഞ് എന്റെ വീട്ടിൽ വന്നുണ്ടോ? ഞാൻ അവിടെ അതിലാണെങ്കിൽ അവിടെ ആണെങ്കിൽ എല്ലാത്തിനും മുട്ട വരിയിട്ടു. അത് ഈ കുഞ്ഞായിരിക്കില്ല, വാപ്പായിരിക്കില്ല. രാവിലെ തന്നെ സ്വപ്നം കണ്ടത് അപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ പൊട്ടിരിക്കുന്നത്. സന്തോഷായില്ലേ? ഇന്ന് രാവിലെ ഒരു ട്രാജഡി ചിക്കൻ കറിക്ക് വേണ്ടി നമ്മൾ കൊള്ളാവോ? വാപ്പ ഉണ്ടാക്കണുണ്ട് പറയണല്ല. വാപ്പ ഉണ്ടാക്കണതുകൊണ്ട് പറയണല്ല, സത്യമായിട്ടും ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതല്ലേ ഇതുകൊണ്ട് വെച്ചിരുന്നത്. വാട്ട് ഈസ് മല്ലിച്ചപ്പ്? ഇവിടെ രാവിലെ ആണെങ്കിൽ ഒരു കീരിങ്ങി കയറി ഇങ്ങനെ ഉമ്മച്ചി കഥ അടിച്ചു കൊടുത്തു. കീരി ചതഞ്ഞില്ലാന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കീരിയുടെ തല അകത്തും ശരീരം പുറത്തു ആവുമെന്ന്. അത്രയ്ക്ക് ഉണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സായിരുന്നു. കീരിയും കട്ടി പേടിച്ചത് ഉമ്മച്ചിയായിരുന്നു. കീരിക്ക് എന്തോന്ന് പേടി? എന്ത് കീരിക്ക് മനുഷ്യനെ പേടിയാണ്. കീരി എന്നെ കൊത്താൻ വേണ്ടി വന്നതാണ്. കീരി കൊത്തിയ ഒരു പീസ് കൊടുക്കുമെന്നാണ്. കീരിയുടെ കൈ നമ്മച്ച സാഹസികമായി രക്ഷപ്പെട്ടു. എന്നെ കണ്ട ഇല്ല ഇല്ല എല്ലാം ഇതായി. എന്നെ കണ്ടപ്പോ കീരിക്ക് പാമ്പായിട്ട് തോന്നി. കീരി നല്ല ഫ്രഷ് പാമ്പ്. ഐ തിങ്ക് കീരി പാമ്പിനെ കണ്ട് പേടിച്ചൊന്നേ. കീരി പാമ്പിനെ കണ്ട് പേടിക്കില്ല. കീരിയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. കീരിക്ക് എന്തിനാണ് പേടി?
നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. എല്ലാം ഒരുമിച്ചിട്ട് കൊടുത്തു. വെള്ളമുണ്ട്. എല്ലാരും നോക്കുമ്പോ വാപ്പയാണ് വീട്ടിലെ ഷെഫ്. എപ്പോഴും ഇല്ലേ മുളക് പൊടി കുറവ് പോലെ ഫീൽ ചെയ്യില്ലേ? മറ്റത് മാത്രമേ ഇട്ടുള്ളൂ. ആ പൊടി മാത്രം. അതിൽ മുളക് പൊടി കുറവാ, പക്ഷെ കാണാൻ ചുവപ്പ് കളറിലാണല്ലോ ഇരിക്കുന്നത്. ഇത് ആ പുട്ടെടുത്ത് മാറ്റി. പുട്ടെടുത്ത് മാറ്റി. നിനക്ക് ചുവപ്പ് കളർ. അപ്പൊ ഇതിനെ നീ എന്തൊരു കളർ എന്ന് പറയും? അത് ചുവപ്പ്, അത് ഓറഞ്ച്. പക്ഷെ ഇത് മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നത്. മഞ്ഞ കളർ തന്നെ. ഹെലികോപ്റ്റർ പോണു. സത്യം പറഞ്ഞാൽ മറ്റേ സൂപ്പ് പോലെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വെള്ളം കുടിക്കും. ഞാൻ ഉച്ചയ്ക്കും കൂടെ കണക്കാക്കി വെച്ചത്. ഓക്കേ. വെള്ളം ഇത്തിരി വീഴ്ചത്. മസാല കുറച്ചുകൂടെ ഇട്. മതി. ക്യാമറയിൽ 18 ഉണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. അമ്മച്ചി ഇവിടുത്തെ തുടപ്പ് കാര്യമായി. ഉടച്ച് വീഡിയോ ഒരുപാട് വീഡിയോ കാണുമ്പോഴത്തേക്കും അടുക്കള ചവറ് പോലെ ഇരിക്കത്തില്ല. ഫോണ് ചൂടായപ്പെടുത്തുന്നത് എന്താ? എങ്ങനെ ഫോൺ ചൂടായ യൂസ് ചെയ്തിട്ടില്ല? ഇത് താളിച്ചൊഴിക്കും. തേങ്ങ എന്തിനി? സാമ്പാർ വേണമെന്ന് വറുത്തിട്ട് അതിനകത്തിട്ട് സാമ്പാറിലല്ലേ താളിച്ചിരുന്നു? ചിക്കൻ കറിയിലും താളിച്ചിടും. ചോദിച്ചു മറുപടി പറയാം. കറിയൊന്നും നീ കൂട്ടിയിട്ടില്ലേ? മുട്ടിയിട്ടുണ്ട്. നല്ല തിളക്കണം. താളിച്ച് വയ്ക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചു. അവരവിടെ കട്ട് ചെയ്തോണ്ട് അടുക്കള കിടക്കണ കോലം നോക്ക്. മെസ്സായിട്ട് കിടക്കണം. നല്ല ഒരാൾ കട്ട് ചെയ്യുന്നു, ഒരാൾ പൊളിക്കുന്നു. ഇത് നമ്മുടെ സാമ്പാറല്ല ചിക്കൻ കറി. ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടു. രണ്ട് കറിവേപ്പില. ഇത് ഇളക്കണ്ട. അതിങ്ങനെ ഇതൊന്ന് വേവണം. ആ അമ്മച്ചി കറിവേപ്പില എവിടെ ഇരിക്കണമ്മ? ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ കാണുന്നില്ലല്ലേ ഈ കറിവേപ്പില എൻ്റെ വീട്ടിൽ നിന്നിട്ടും. കാണിച്ചു തരാം. പോകുമ്പോ എന്നെ കൂടെ വിളിച്ചിട്ടോ, ഞാനും വരാം. നെയ്യ് തീർന്നുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള നെയ്യ് അരിച്ചെടുക്കും, ഉരുക്കിയെടുക്കും. എൻ്റെ വീട്ടിലൊരു കറിവേപ്പില ചെടിയുണ്ട്. അത് എവിടെ ഇരിക്കണമെന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പം നമുക്കതൊന്ന് വിസിറ്റ് ചെയ്യാൻ പോവാം. Holy shit. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പിന്നെതാ ഈ മുളക് കാന്താരി പറിക്കാത്തെന്ത്? അപ്പം നമുക്ക് കറിവേപ്പില കിട്ടി, നമുക്ക് പോവാം. ഇതിൽ കടുക് നമ്മൾ ഇട്ട് കൊടുക്കണം. കടുക് ഇതിപ്പോൾ പൊട്ടി തെറിക്കും. ചിക്കൻ കറിക്ക് താളിക്കുന്നു. ചിക്കൻ കറിക്ക് താളിച്ചെടുക്കാൻ വേണ്ടി. ഇത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ചിക്കൻ കറിയിൽ താളിച്ചിട്ട്. എന്നാലും ഞാൻ അടുക്കളയിലൊക്കെ ഇടയ്ക്കൊക്കെ കയറുമ്പോൾ കാണണ്ടേ. എന്നിട്ട് അതിൽ നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടെ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും. ഞാൻ അവിടെ ഒളിച്ചിരിക്കാം. അവിടെ ചിക്കൻ കറി തിളയ്ക്കണേ, ഇവിടെ ഇത് തിളയ്ക്കും. നമ്മളതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കറിവേപ്പില കഴുകി അങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെ പിന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ റെഡി, സിമ്പിളാണ്.
ഇതുണ്ടാക്കാൻ. കഴിച്ചാൽ മതിയെന്ന് ഇപ്പോഴെങ്ങനെ തരുമോ? ഇവരെങ്ങനെ കൊടുക്കോ? കറി ഇതാ വെട്ടി തിളയ്ക്കണം. കുറച്ച് ക്രഷ് മുളക് പറഞ്ഞോ. ഇല്ല, പാപ്പ പറഞ്ഞ കേട്ടാണല്ലോ. നീ പറയുന്ന ഞാൻ പറയുന്നു. കുറച്ച് ക്രഷ്ഡ് മുളക് ഇട്ടു. അതിനെന്തിനാ പറയുമല്ലോ, ചില്ലി ഫ്ലെക്സാ. ചില്ലി ഫ്ലേക്സ്. ആ, ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ടത്. മറ്റേ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇതൊരു റോ വീഡിയോ. അപ്പം സൺഡേ രാവിലെ നമുക്ക് പുട്ടും ചിക്കൻ കറിയാണ്. എത്ര മതിയാ? ഓ അപ്പം അതുകൊണ്ട് നല്ലതുപോലെ ആ ചിക്കൻ കറി ഉണ്ട്, അത് നല്ലതുപോലെ നെയ്യ് നമ്മൾ ഉരുക്കിയത് ഉരുവി. ഓരോ സെക്കൻഡ് കുടിച്ചോളാം. രുചി മാറിയെന്ന്. ഇവിടെ തേങ്ങ ഇത് ഇരുന്നിരുന്ന് രുചി മാറും. തേങ്ങ അടിച്ചത് പറ. ഇതിനെ തേങ്ങ തേങ്ങ തിരികെ സാധനം തിരികെ തിരുവ ഇവിടെ മടിയായോണ്ട് അടിച്ചെടുത്തു. എല്ലാം കൂടെ അങ്ങ് ഇളക്കി കൊടുക്കും. മാറ്റം വല്ല വന്നു. കുറച്ച് ദിവസമായി കേട്ടോ. ഒരു മാഗി ക്യൂബും കൂടെ ആയിട്ട് നീ എടുത്തത് എടുത്ത് വെക്കണം. നമ്മൾ ഒരു മാഗി ക്യൂബ് കൂടെ ഇട്ട് കൊടുത്തു. അത് വെളിയിൽ വെച്ചിരുന്നാൽ മതി. മുളക് പൊടി ഇടുന്നത്. ഇതിലോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ സെറ്റപ്പായിട്ട് താളിച്ച് വെക്കണം. എന്തിനും അപ്പം കറിക്ക് ഇത്തിരി തിക്നെസ് വരും, ഗ്രേവി നല്ല ടേസ്റ്റ് ആയിരിക്കും, ആ കറിക്കൊരു പ്രത്യേക രുചിയായിരിക്കും. ഇത് താളിക്കണല്ലോ, ഇത് വറുത്തടിക്കണല്ലേ. ഒരു താളിപ്പാണ്, വറുത്തരിക്കരുത്. ഇത് വറുത്ത ഇത് ആരെങ്കിലും ഒരാൾ ഒന്നിൽ ഉറപ്പിച്ചില്ലേ, താളിക്കുന്നതാ വറക്കണത് അല്ല വറുത്തരിക്കണതാ. ഇത് വറുത്തിടും. അരച്ചിടൂലേ? വാപ്പ പറഞ്ഞു ഒരെണ്ണം, ഉമ്മച്ചി വേറൊന്ന് പറയണം. അല്ല ഞാൻ ചോദിക്കുന്നത് അത് അരയ്ക്കുമെന്ന് ആ തേങ്ങ. ഇല്ല അരയ്ക്കോ? ഇല്ല, ഇനി ഇതിലോട്ടാകും. ഉണ്ടോ? നമ്മുടെ പ്രോസസ് റെഡിയായി. പ്രോസസ് കഴിഞ്ഞു. നമ്മളെ കറി ജലബിളാന്ന് കിടക്കും. കുക്കർ അടിച്ചു വെച്ചു. ഇനി വിസിലേക്കണം. തീർന്നു. ചാക്കാ പോക കറി എടുത്ത് വെച്ചിട്ട് തയ്ച്ചിട്ട് നെയ്യ് അതിലോട്ട് അങ്ങ് ഒഴിക്കുക. കറി റെഡി ആയിരിക്കുന്നത്. ഒരു വിസിലും പിന്നെ നെയ്യും കൂടെ ഒഴിച്ചാൽ കറി റെഡി. പിന്നത്തെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കറിയുടെ രസം. ഇനി നമുക്ക് കഴിക്കാൻ വെക്കണം. ആ കുക്കറിൽ എന്നെ കാണുന്നുണ്ടോ? അപ്പം നമുക്ക് കഴിക്കാൻ വെക്കണം. നമ്മളെ കറി ഒരു വിസിൽ കേട്ടിരിക്കുന്നു, റെഡി ആയിരിക്കുന്നു. കറി വരാമോ? ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് ഒന്ന് നോമ്പ്. തീ ഓഫ് ചെയ്തല്ലോ, എന്നിട്ട് ഇവിടെ തിളക്കണം. അത് പ്രഷർ ഇരുന്നില്ലേ? പ്രഷറിലിരുന്നതല്ലേ? അയ്യോ ഗ്ലാസ് പൊട്ടും.
പൊട്ടണോ? ചില്ലറ സൗണ്ട് കേട്ട്. ആരെങ്കിലും ചൂട് സാധനം എടുത്ത് ഗ്ലാസ്സിൽ വയ്ക്കോ? മണ്ടത്തരം കാണിക്കല്ലോ. ഗ്ലാസ് ഡമ്മോ ഡുമ്മോ എന്നുള്ള പൊട്ടി പപ്പടായി പോയി. അത് ഞാൻ പെട്ടെന്ന് തറയിൽ വെച്ചു. ക്ലിക്ക് എന്നൊരു സൗണ്ട് കേട്ട്. ഇതില് അത് തന്നെ ചില്ലിൽ ഇങ്ങനെ സൗണ്ട് കേട്ട്. ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു ഗൈസ്. ഗ്ലാസ് പൊട്ടി. അതിനെ എടുത്ത് ബാന്തിക്കോട്. അല്ല, അത് അങ്ങനെ പത്ത രീതിയിലല്ല അത് പൊട്ടണം. കഴിവ് കാണിച്ചു കൊടുക്കട്ടെ. നമ്മളെ പുതിയ ഗ്ലാസ് പൊട്ടി. മണ്ടത്തരം കാണിക്കാൻ കുറച്ച് ബുദ്ധി വിവരമൊക്കെ ഉണ്ടാ. ഇതുണ്ട്. ഇതുണ്ട്, ഒരു വര ഉണ്ട് അങ്ങനെ. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ശുഭം. നമുക്ക് ചിക്കൻ കറിയിലേക്ക് നോക്കാം. വീഡിയോ എടുക്കണല്ലേ, ഓ കുറച്ച് ഹൈടെക് ആവാന്ന് വിചാരിച്ചു. കുറച്ച് കരളും ഹാർട്ടും ഒക്കെയാണ് അന്വേഷിച്ചത്. ഇറക്കണം എന്തിനീ? എന്റെ കൈ വേറെ പുട്ടെടുത്തോ? നമുക്ക് പോകാൻ കഴിക്കും. വർഷങ്ങൾക്ക് ശേഷമാണല്ലേ ഒരുമിച്ച് നയിക്കാൻ പോകുന്നത്. സ്കൂളിൽ തുറന്നു. സ്കൂൾ തുറന്നതിന് ശേഷം ഒരു ഞായറാഴ്ച പോലും കിട്ടിയിട്ടില്ലെന്നാണ് ഓർത്തത്. യാ പാപ്പച്ചി ഡയറ്റ് തുടങ്ങിയതുണ്ട്. വാപ്പ ഫുഡൊക്കെ നിരോധിച്ചു. പക്ഷെ അടിയിലുള്ള കുട്ടികളെ മുകളിലുള്ള എടുക്കാതെ മുകളിലത്തെ കുട്ടി കരിഞ്ഞു. യാ കൂടുതൽ എടുത്താലങ്ങനെയാണ് ഞാൻ കൂടുതൽ അതെ, ഞാൻ ചോദിച്ചു എന്തിന് ഇത്രയും വെച്ചത്? ഞാൻ അപ്പൊ ഞാൻ കഴിക്കട്ടാ? നമ്മൾ ഇരിക്കണ്ടേ? നമ്മളിരിക്കാം. ഇരുന്നോളൂ. അതി വാപ്പാര എടാ, ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല. അല്ലെങ്കിൽ എനിക്ക് വിഷമൊന്നും, എനിക്കിത് നോക്കിക്കൊണ്ടിരിക്കാൻ പോലും വയ്യ. എടുത്തോളൂ. കളറായി. ഇളം തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെ വലിയ കിട്ടും. ഫുഡ് കഴിച്ചു. ആഹാ, ബർത്ത്ഡേ ഒക്കെ അവിടെ നിൽക്കട്ടെ. നാളേക്കുള്ളിൽ ആർട്ടിക്കിൾ എഴുതി തന്നില്ലെങ്കിൽ ഞാൻ മാഗസിൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കും കേട്ടോ. ശരി. കുറച്ച് nuts ഒക്കെ എടുത്തതാണ്. ഹാപ്പി ബർത്ത്ഡേ. പിന്നീട് സ്റ്റോപ്പ് ചെയ്യാം. സിനിമ കണ്ടുകൊണ്ടിരിക്കുക. സിനിമ കാണാൻ വേണ്ടി നമ്മൾ സ്നാക്സ് എടുക്കുന്നത്. എന്താണ്? നട്ട്സ് കുറച്ചെടുക്കണം. എന്തൊരു ഇതാണ് വാൽനട്ട്. വാൽനട്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കണ്ടിട്ടില്ല. ഇത് എന്തരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്തൊരു സാധനം അത് കുറച്ച് പോയി. കുറച്ച് പംകിൻ സീഡ്. എന്തൊരു സൈഡ്? പംകിൻ. ഇതാണ് ഈ പറഞ്ഞ സാധനം.
പിസ്സ. അഞ്ചെണ്ണക്കൂടെ ഇവിടെ കൂടുതൽ തിന്നണ കേട്ടിട്ടാണ്. ഓക്കെ, നമുക്കിനി സിനിമ കാണാൻ പോവാം. ഇത് കട്ട് ചെയ്തിട്ട് സിനിമ കണ്ടു കഴിഞ്ഞു. ബാക്ക് ടു കുക്കിംഗ്. പിന്നെയും വന്നു നമ്മളടുത്ത ഉച്ചത്തേക്ക് വേണ്ടി റെഡിയാക്കാൻ വേണ്ടി. ഉച്ചത്തേക്ക് ബിരിയാണി. ഇന്ന് ഉച്ചത്തേക്ക് ബിരിയാണി അല്ലേ? നെയ്ച്ചോറ് ബിരിയാണി. ബിരിയാണി ഒക്കെ ബിരിയാണി എന്തെങ്കിലും ഇപ്പം നെയ്ച്ചോറ്. കുറച്ചിരിക്കണം. ഇതിൻ്റെ റെസിപ്പി മൊത്തത്തിൽ കാണിക്കണം. റെസിപ്പി ഒന്നും ഇല്ല. ഫ്രണ്ട് ക്യാമറ കൊടുക്കും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. കുക്കിംഗ് അതല്ല, ജസ്റ്റ് അരി ഇടുന്നത് അത്ര കാണിച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ പോയി തൂത്ത് വീട് വൃത്തിയാക്കിയിട്ട് എന്നെ പണമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കുക്കിംഗ് പരിപാടിയെന്ന് നോക്കിയിട്ട് വരൂ. ഞാൻ വീട് പോയി വൃത്തിയാക്കി തരാം. ബൈ. ഇപ്പൊ തീരും പറഞ്ഞ് കത്ത് കത്തുന്നു. എന്നാലും അടുപ്പില് തീയില്ല. അപ്പോൾ മറ്റേ ഉണ്ണിയത് ഉണ്ണി മുഖത്ത് വിനീത് ശ്രീനിവാസൻ അല്ല, വിനീത് ശ്രീനിവാസന്റെ എന്തൊരു മുകുന്ദൻ ഉണ്ണി, അതും ഇതേപോലെയാണ്. സംസാരിക്കാനായിട്ട് അപ്പം മുകുന്ദൻ ഉണ്ണി നമുക്ക് ഇഷ്ടപ്പെടില്ലേ? ഇത് വെള്ളത്തിൽ അരിയിടുമ്പോൾ ഇങ്ങനെ സൗണ്ട്. അത് അരിയില്ല, അടുപ്പിലുള്ള വെള്ളം. എന്തിനാണത്? അത് പട്ടായിട്ട് ആദ്യം ഇടാൻ പറഞ്ഞു. അപ്പോൾ ഉപ്പ് ഇട്ടില്ല. ഇങ്ങനെ എപ്പോൾ ഓർമ്മ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം. അല്ലേ ഇതുകൂടെ ഇട്ടോണ്ട് എന്തിനാണ് ബിരിയാണിയിൽ കുറേ ഇലയും ചവറും മാറ്റിയിരുന്നത്? ചുമ്മാ മണം കിട്ടാൻ. സ്ഥലം ഇട്ടിടുക. വേറെ ഒന്നും വേണ്ട. അപ്പൊ നല്ല വൈറ്റ് റൈസ് കിട്ടും. അല്ലെങ്കിൽ യെല്ലോ റൈസ് ആയിരിക്കണോ? നല്ല റൈസ് വേണം. സിമ്പിൾ ബിരിയാണി. നെച്ചോറിന് ചോറരി, കറി രാവിലെ ഇറങ്ങി, പരിപാടി കഴിഞ്ഞ്. ചിക്കൻ ഫ്രൈ ഒന്നുമില്ല. എനിക്ക് മാത്രമേ ഇന്ന് വൃത്തിയാക്കുള്ളൂ. ബാക്കി അവൻ വൃത്തിയാക്കി അമ്മയെ കുറിച്ച്. ഇനി എനിക്ക് മാത്രമേ ഉള്ളൂ പണി. എനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പണി. അപ്പം പണിയെടുത്തിട്ട് വരാം. നമ്മളാ ചോറ്, നെച്ചോറിനുള്ള ചോറും റെഡിയായി, ഇവിടെ കറി റെഡിയായി. പിന്നെ എൻ്റെ കൂടെ അടുക്കളയും കൂടെ വൃത്തിയാക്കി. അപ്പോൾ അടുക്കള ക്ലീനിങ് കഴിഞ്ഞു, ചോറ് വയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ തൂപ്പും തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് പുറത്ത് പോയത്. പുറത്തിവിടെ നിന്ന് പോണ മുമ്പ് ഞാൻ പറയാം.
നമ്മൾ ബിരിയാണി റെഡി ചെയ്യണം. ചോറ് വയ്ക്കാൻ വേണ്ടി ശരിയല്ല. നെച്ചോറ് ready. ഊറ് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. മതി ഒരുങ്ങിയല്ലേ ഇങ്ങനെ ഒരുങ്ങിത്തന്നെ ഷോർട്ട്. നെച്ചോറും ചിക്കൻ കറി. സിമ്പിൾ. ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാനും സുഫിയാൻ സൈസ്. കണ്ണാടിയൊക്കെ വെച്ചിട്ട് നിൽക്കാൻ. മീ ആൻഡ് മൈ ബ്രദർ. കണ്ണാടി വെച്ചിട്ട് നോക്കടാ. പിന്നെ കളർ വ്യത്യാസം സെയിം ഡ്രസ്സാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് നോക്കി. നമുക്ക് ചോറ് വെച്ചിട്ട് ചോറ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ചോറ് വെച്ചിട്ട് വാപ്പ വന്നില്ല. വാപ്പ വരണില്ലേന്ന്. ഇങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റ്. അത് തന്നെ കുറേ നേരം എങ്ങനെയുണ്ട് സുബിയനെ? അപ്പോൾ ഗൈസ് നമ്മൾ ഒരുങ്ങി ഇറങ്ങി. നമ്മൾ മാമിയുടെ വീട്ടിലാണ് പോണത്. അവിടെ ഒരു എൻ്റെ കസിൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം പ്രമാണിച്ച് ഇവിടെ നമ്മൾ പോകണമല്ലോ. ഇങ്ങനെ യെസ്, അതുകൊണ്ട് നമ്മളൊരു ഗെറ്റ് ടുഗദർ, കല്യാണം ഗെറ്റ് ടുഗദർ വേണ്ടി നമ്മൾ പോവുകയാണ് അങ്ങോട്ട്. അതെ തന്നെ, കല്യാണം ഇപ്പോഴൊന്നും അല്ല, ഇനിയുണ്ട്, കുറേ ദിവസമുണ്ട് ഇനി കല്യാണം. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ മീനുണ്ട്. ഇവിടെ നോക്കിയാൽ നീ രണ്ടിടത്ത് ഇത് ഇട്ട് വിചാരിച്ചോ. എന്നോട് നടുക്കൊരു ഗ്ലാസ് വെച്ച് ഇത് അതിന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിന് പറ്റൂല. അതിനുശേഷം വായിങ്ങനെ ഇടിച്ചടിച്ച് വേദന എടുക്കുക. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം നീ ഗ്ലാസ് റിമൂവ് ചെയ്താലും അത് അറ്റാക്ക് ചെയ്യില്ല. അത് വിചാരിക്കാൻ അതൊരു മറവ് വെക്കണം. അതുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യില്ല. എൻ്റെ അടുത്തൂടെ ഇത് പോയാലും അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ സാക്ടി ഫലം പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു തടസ്സമുള്ള കണക്ക് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ മാത്രമേ കാര്യത്തില്ല. എല്ലാ കൃത്യനിഷ്ഠയുള്ള നമ്മൾ നല്ലില്ലേ? നമുക്ക് മാത്രമേ ഒരു കൃത്യനിഷ്ഠത്തുള്ളൂ. കൃത്യനിഷ്ഠമുള്ളൂ. ആരും എത്തിയില്ല. കുറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ. വോയിസ് മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടോളൂ. അതാണ് പറഞ്ഞത്. അപ്പൊ റിമൈൻഡർ അൺബോക്സിംഗ് ബാർബി ഡോൾ. ഡോക്ടർ സെറ്റാണ് കേട്ടോ അത്. പൊട്ടിക്കിട്ടാ പിന്നെ ഇനി വാ. ഇതാണ് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ. മറ്റേ കല്ല് പോയി വാങ്ങിച്ചാ. എനിക്ക് പനി ഉണ്ടാ നോക്ക്. പനി ഉണ്ടോ നോക്ക്. പനി ഉണ്ടാ നോക്ക്. മരുന്നാ ടെമ്പറേച്ചർ ഉണ്ടോ? എൻ്റെ കയ്യിൽ വെച്ച് നോക്കി.
വെച്ചോ നേരത്തെ വരെ അറിയാവോ? നേരത്തെ പഠിക്കാൻ പറഞ്ഞാ കൂടി പോയി. പുതിയ ആവള എത്തി ആദ്യം ടാറ്റ പറ കൊച്ചാ. നോക്കിയാണ് ഒന്നുമില്ല. ഇനി പോണേ വന്നപ്പോ അത് കൊള്ളാം കേട്ടാ. ടാറ്റ 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 പറ. എല്ലാരും ടാറ്റ പറഞ്ഞിട്ട് പോകുന്നല്ലോ രസമുണ്ട്. ടാറ്റ പറ. ടാറ്റ പറഞ്ഞിട്ട് പോടാ. എടാ നീ പറഞ്ഞില്ലേ? ടാറ്റ ആ മോളെ ഞാൻ ടാറ്റ പറ. ആ ടാറ്റ പറ. ടാറ്റ പറ. എല്ലാരും വഴി വരിക. ടാറ്റ പറ. ടാറ്റ പോട്ടാ. ഞാൻ പോണേ. ടാറ്റ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇപ്പോൾ ഒരു 10-11 മണിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കട്ടെടുത്ത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ സൺഡേ വ്ളോഗ് ഇന്ന് അവസാനിച്ചു. ഇനി പോയി കിടന്നുറങ്ങണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് പറഞ്ഞേരേ.